പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സ്വർഗമുണ്ടോ എന്നതാണ്. വചനം ഇപ്രകാരം പറയുന്നു: ഇതിനു ശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: 14 വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല, അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യൻ പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്ക് അറിയാം. മനുഷ്യൻ ദൈവത്തെ എങ്ങനെ പരിമിതപ്പെടുത്തുന്നുവോ അതുപോലെ തന്നെയാണ് സ്വർഗത്തെയും പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ ഒരു ലോകമാണത്. ഭൂമിയിൽ അന്യായമായി പിഴകൾ സഹിക്കുമ്പോഴും തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെല്ലാം സ്വർഗത്തിൽ ദൈവം പ്രതിഫലം തരുമെന്ന വിശ്വാസമാണ് ഒരു വിശ്വാസിക്കുള്ളത്. എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, സ്വർഗത്തിൽ വച്ച് ഒരമ്മയ്ക്ക് തൻ്റെ മക്കളെ, ജീവിത പങ്കാളിക്ക് ഇണയെ, ഒരു സുഹൃത്തിന് വേറൊരു സുഹൃത്തിനെ ഒക്കെ തിരിച്ചറിയാൻ കഴിയുമോ എന്നത്. അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ബൈബിൾ പറയുന്നത്. സ്വർഗത്തിൽ വച്ച് നമുക്ക് പ്രിയപ്പെട്ടവരുമായി കൂടിച്ചേരാൻ കഴിയുന്നുവെങ്കിൽ അത് എത്രയോ വിലപിടിപ്പുള്ള നിമിഷമായിരിക്കും. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ കല്ലറയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽക്കാൻ പോയിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവിൽ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം. ബൈബിളിലെ മക്കബായരുടെ പുസ്തകത്തിൽ ഒരമ്മ തൻ്റെ ഇളയ മകനോട് ഇപ്രകാരം പറയുന്നുണ്ട്: മരണം വരിക്കുക, ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ. ഭൂമിയിലെ വേർപാട് നമ്മെ അത്യധികം വ്യസനിപ്പിക്കേണ്ടതില്ല. കാരണം സ്വർഗത്തിൽ വച്ച് നമുക്ക് പരസ്പരം കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. യേശുവിനെ കുറിച്ച് ബൈബിൾ ഇപ്രകാരം പറയുന്നു: അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. പലർക്കുമുള്ള ഒരു സംശയമാണ് മരണശേഷം സ്വർഗമുണ്ടോ എന്നുള്ളത്. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും: മരണശേഷം സ്വർഗം ഉണ്ടെന്ന് 100% ഉറപ്പാണ്. ബൈബിളിൽ നിന്ന് ഞാനിത് വ്യക്തമാക്കാം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായ സമയത്ത് കർത്താവ് വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് പറയുന്നുണ്ട്: എൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അവിടെ സ്ഥലം നിങ്ങൾക്ക് ഒരുക്കാൻ ഞാൻ പോകുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഇവിടെ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത് അത് സ്വർഗമാണ്. ആ സ്വർഗത്തിലാണ് കർത്താവ് ശിഷ്യന്മാർക്ക് സ്ഥലം ഒരുക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപടി സംഭവിച്ചതായി ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആ കർത്താവ് തന്നെയാണ് മരണശേഷം സ്വർഗമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് 100% സ്വർഗമുണ്ട് എന്ന് ഉറപ്പാണ്.
അതുപോലെ തന്നെ കർത്താവ് ഈ ലോക ജീവിതം മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ കർത്താവ് ഈ ലോകത്തിൽ ഒരു അടിപൊളി ഒരു ജീവിതം നയിച്ച് നമ്മളെ കാണിച്ചു തന്നേനെ. ശിഷ്യന്മാരോടും പറഞ്ഞേനെ, നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചോ, ഈ ലോകം മാത്രമേ ഉള്ളൂ, ഇവിടെ സുഖിക്കാനുള്ള മാക്സിമം സുഖിച്ചോ എന്ന് കർത്താവ് ശിഷ്യന്മാരോടും പറഞ്ഞേനെ. പക്ഷെ കർത്താവ് പറഞ്ഞത് അങ്ങനെയാണോ? കർത്താവ് പറഞ്ഞ ഈ ലോകത്തിൽ എത്ര കഷ്ടത വന്നാലും നമുക്ക് മരണശേഷം ഒരു സ്വർഗമുണ്ട്, അവിടെ നിത്യമായ ഒരു ജീവിതമുണ്ട്, ആ സ്വർഗത്തിൽ പോകണമെന്നാണ് കർത്താവിന്റെ പഠിപ്പീര് മുഴുവൻ ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാര് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും അതികഠിനമായ പീഡകൾ സഹിച്ചാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ അതികഠിനമായ പീഡകളിലൂടെ അനേകം വിശുദ്ധരും കടന്നുപോയിട്ടുണ്ട്. എന്തിനാണ് അവർ ഈ ലോകത്തിൽ ഇത്ര പീഡകൾ സഹിച്ചത്? അത് മരണശേഷം ഒരു സ്വർഗമുണ്ട് എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു അതാണ്, മരണശേഷം ഒരു സ്വർഗമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ എത്ര സഹനങ്ങൾ വന്നാലും എത്ര പീഡകൾ വന്നാലും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ തളരരുത്, ആത്മഹത്യ ചെയ്യരുത്, ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം മരണശേഷം ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്, അത് സ്വർഗമാണ്. അതുപോലെ തന്നെ വിശുദ്ധന്മാരെ നമ്മളെ അടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ ലോക ജീവിതത്തിൽ അതികഠിനമായ പീഡകളിലൂടെ കടന്നുപോയി മരിച്ചവരാണ് എല്ലാവരും തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് മരണശേഷം ഒരു സ്വർഗമുണ്ട് എന്ന് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ബൈബിളെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പ്രോത്സാഹിപ്പിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് ഇഹലോക ജീവിതത്തിൽ സഹനം ധാരാളം വന്നാലും അത് കുഴപ്പമില്ല, മരണശേഷം ഒരു നിത്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇത്രയും പാടുപീട സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തു പോയത് സ്വർഗം ഉള്ളത് കൊണ്ടാണ്. ആ കർത്താവ് തന്നെ നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞു മരണശേഷം സ്വർഗമുണ്ടെന്ന്. അതുകൊണ്ട് മരണശേഷം സ്വർഗമുണ്ട് എന്ന് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ബൈബിൾ എടുത്ത് പഠിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിനല്ല കൂടുതൽ പ്രാധാന്യം ബൈബിൾ കൊടുക്കുന്നത്. ഈ പ്രോസ്പെരിറ്റി ഗോസ്പലുകാരുടെ തെറ്റ് അവിടെയല്ല വന്നെ. അഭിവൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നവർ പഠിപ്പിക്കുന്നതിന്റെ തെറ്റ് അവിടെയാണ് വന്നെ. അതുകൊണ്ട് കർത്താവ് ഈ ലോക ജീവിതം മാത്രം ഉള്ളായിരുന്നെങ്കിൽ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞാണ് ഈ ലോക ജീവിതത്തിൽ അടിപൊളിയായി ജീവിച്ചോ എന്ന്. ഈ ലോക ജീവിതത്തിനല്ല കർത്താവ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പലുകാരുടെ പഠിപ്പീര് ശരിയല്ല എന്ന് ബൈബിളിൽ നിന്ന് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ എത്ര ദുഃഖ ദുരിതങ്ങൾ വന്നാലും നമ്മൾ മരണശേഷമുള്ള സ്വർഗത്തിനായി കാത്തിരിക്കണം. അതുപോലെ തന്നെ സ്വർഗത്തിന് പല തട്ടുകളുണ്ട് എന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാവുന്നത്. പൗലോസ്ലിഹ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു എന്ന്. അപ്പൊ സ്വർഗത്തിന് പല പല തട്ടുകളുണ്ട്. ദൈവത്തിന്റെ അടുത്ത സിംഹാസനത്തിൽ ഇരിക്കുന്നവരെന്ന് പറയുന്നത് എൻ്റെ ഒരു വിശ്വാസത്തിൽ അത് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായവരാണ് ദൈവത്തിന്റെ അടുത്ത് സ്വർഗത്തിൽ വലത് സൈഡിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മുടെ പുണ്യവും വിശുദ്ധിയും വെച്ച് നമ്മൾ ആ സ്വർഗത്തിലെ ഓരോ തട്ടുകളിൽ പ്രവേശിക്കാനാണ് എൻ്റെ വിശ്വാസം അനുസരിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നതിനനുസരിച്ച് അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് വലത് സൈഡിലെ സിംഹാസനത്തിൽ സ്വർഗത്തിൽ ഇരിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വേണം, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുകയാണ് എപ്പോഴും സേഫ്. നമ്മളെ എപ്പോൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റണം. സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ ശുദ്ധീകരണ സ്ഥലമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ അതികഠിനമായ പീഡകൾ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ലോകത്തില് നമുക്ക് വന്ന പീഡകൾ മുഴുവൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുക, അത് കർത്താവിന്റെ കുരിശിലോട്ട് ചേർത്ത് കാഴ്ചവെക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ മുഴുവൻ സഹനവും ചേർത്ത് വെച്ചാലും ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു സെക്കൻഡിന്റെ വേദന പോലും വരുന്നില്ല, അത്രയും സഹനം പോലും വരുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ എത്ര സഹനം വന്നാലും അത് നമ്മൾ സഹിച്ച് മുന്നോട്ട് നമ്മുടെ കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് അത് കാഴ്ചവെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലം കൂടാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ വളരെ അപൂർവം പേര് മാത്രമാണ് ശുദ്ധീകരണ സ്ഥലമൊക്കെ കൂടാതെ സ്വർഗത്തിലോട്ട് പോയതായിട്ട് കാണുന്നുള്ളൂ. അല്ല ഈ ലോകത്തിൽ നമ്മൾ ഹോസ്പിറ്റലുകാർ പറയും പോലെ അടിപൊളി ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യ നരകത്തിലോട്ട് പോകാനാണ് സാധ്യത വളരെ കൂടുതൽ.
അതുകൊണ്ട് നമ്മുടെ കർത്താവ് വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചത് ഈ ലോക ജീവിതത്തിൽ സുഖമായി ജീവിക്കാനല്ല. മരണശേഷം ഒരു സ്വർഗമുണ്ട്, അവിടെ നിത്യമായി ദൈവത്തോടൊപ്പം ഇരിക്കണം എന്നാണ് കർത്താവിൻ്റെ മുഴുവൻ പഠിപ്പിക്കുക. അതുകൊണ്ട് ഹോസ്പിറ്റലുകാർ പറയും പോലെ ഈ ലോകം സൂചിച്ചു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലോട്ട് പോകാനാണ് എല്ലാ സാധ്യതയും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ നമ്മുടെ സാധനങ്ങളെല്ലാം കർത്താവിൻ്റെ കുരിശുമരണത്തോട് കാഴ്ചവെച്ച് നമുക്കും ഈ ഭൂമിയിൽ കഴിവതും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നോക്കാം. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പം മരിച്ചാലും നമ്മൾ സ്വർഗത്തിലോട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ ഈ ലോക ജീവിതത്തിൽ വലിയ കോടീശ്വരന്മാരായിട്ട് ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ നരകത്തിലോട്ട് പോണേക്കാളും നല്ലത് ഈ ലോക ജീവിതത്തിൽ ഒരു പിച്ചക്കാരനായി ജീവിച്ച് സ്വർഗത്തിലോട്ട് പോകുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായിരിക്കും കൂടുതൽ നമുക്ക് നല്ലത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്ന് ബൈബിൾ ചോദിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ്. ഈ ലോകം മുഴുവൻ നമ്മൾ നേടിയാലും നമ്മുടെ ആത്മാവ് മരിച്ചു കഴിയുമ്പോൾ നരകത്തിലോട്ടാണ് പോണതെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതം ഒരു തികഞ്ഞ പരാജയമാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ദരിദ്രനാണെങ്കിലും നമ്മളൊരു ഭിക്ഷക്കാരനാണെങ്കിലും മരണശേഷം നമ്മൾ നേരെ സ്വർഗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകം മാത്രം കണ്ട് നമുക്ക് ഒരിക്കലും ഒരുത്തനെ വിധിക്കാൻ പറ്റുകയില്ല. ഒരു മനുഷ്യനെയും ഈ ലോകം കണ്ട് നമുക്ക് വിധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പണക്കാരെ കണ്ട് അവരൊക്കെ വലിയ സൗഭാഗ്യത്തിലാണ്, അവർ സ്വർഗത്തിലാണെന്നൊന്നും പറയേണ്ടതില്ല. കാരണം ഈ ലോകത്തിലെ ഒരു പിച്ചക്കാരനായിരിക്കാം, ഒരു ദരിദ്രനായിരിക്കാം ഈ ലോകത്തില് പണക്കാർക്ക് മുമ്പേ സ്വർഗത്തിലോട്ട് മരണശേഷം പോകുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതം കണ്ട് ആരെയും നമ്മൾ വിധിക്കാൻ നിൽക്കേണ്ടതില്ല. നമുക്ക് പറ്റും പോലെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ പാവങ്ങളെല്ലാം കർത്താവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെച്ച് നമുക്ക് ആ പാവപ്രവൃത്തി നേടി നമുക്കും മാക്സിമം കഴിവനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് മരണശേഷം സ്വർഗത്തിൽ പോകാം. ഈ ലോകത്തിലുള്ള മുഴുവൻ സന്തോഷങ്ങളും കൂട്ടിവെച്ചാലും സ്വർഗത്തിലെ ഒരു മിനിറ്റിനുള്ള സന്തോഷം വരികയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. നമ്മളെ പഠിപ്പിച്ച വിശുദ്ധന്മാര് ഇതിനു മുമ്പ് സ്വർഗത്തിലോട്ട് പോയവരൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതും അതാണ് ഒരു സത്യം എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ സഹനമാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് മരണശേഷം നിത്യമായ സന്തോഷത്തിൽ ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കാം. അതിനുവേണ്ടി നമുക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യാം, ബാക്കി ദൈവം ചെയ്തോളും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.